കഥ ആരംഭിക്കുന്നത് നായകനായ ബാർട്ടൽ ബി ഗെയിൻസിലൂടെയാണ്. അയാളെ എല്ലാവരും സ്നേഹത്തോടെ ബി എന്ന് വിളിക്കുന്നു. അയാൾ ഓഹിയോ എന്ന സ്റ്റേറ്റിലെ വിക്ലിഫ് എന്ന നഗരത്തിലെ ഒരു ഹൈസ്കൂൾ സീനിയർ സ്റ്റുഡന്റ് ആണ്. ആളുകളെ പറ്റിക്കുന്നതിലും ഫേക്ക് ID കാർഡുകൾ ഉണ്ടാക്കുന്നതിലും അയാൾ ഒരു വിരുദ്ധനായിരുന്നു. ഈയിടെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണ് ഷെർമാൻ ഷ്രൈഡർ. അയാളെ ഷ്രൈഡർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ബി ഒരു സ്മാർട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ളയാളുമായിരുന്നു. എന്നാൽ പരീക്ഷകളിൽ അയാൾക്ക് നല്ല ഗ്രേഡ് കിട്ടിയിരുന്നില്ല. ഇരുവരും നല്ല നല്ല കോളേജിലേക്ക് അഡ്മിഷനായി അപ്ലൈ ചെയ്യുന്നു. അടുത്തതായി നമ്മൾ മോണിക്ക എന്നൊരു കഥാപാത്രത്തെ പരിചയപ്പെടുന്നു. ബിക്ക് മോണിക്കയെ കുട്ടിക്കാലം മുതലേ ഇഷ്ടമാണ്. എന്നാൽ മോണിക്കയ്ക്ക് അത് മനസ്സിലാകുന്നില്ല. ഷ്രൈഡറിന് അവിടുത്തെ ഏറ്റവും നല്ല കോളേജായ ഹാർമൺ കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നു. എന്നാൽ പരീക്ഷയിൽ ഗ്രേഡ് കുറവായതുകൊണ്ട് തന്നെ ബിക്ക് എവിടെയും അഡ്മിഷൻ ലഭിക്കുന്നില്ല. തനിക്ക് അഡ്മിഷൻ ലഭിക്കാത്ത വിവരം തന്റെ സഹോദരിയായ ലിസിയുമായി പങ്കുവെക്കുന്നു ബി. താനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് തനിക്ക് അഡ്മിഷൻ ലഭിക്കാത്തതെന്ന് ലിസി പറയുന്നു. എന്നാൽ താനൊരു ആവറേജ് സ്റ്റുഡന്റ് അല്ല, താനൊരു ജീനിയസ് ആണെന്ന് ബി മറുപടി നൽകുന്നു. അഡ്മിഷൻ ലഭിക്കാത്ത കാര്യം അറിഞ്ഞാൽ ബിയെ ഇന്ന് അച്ഛനും അമ്മയും നല്ല രീതിയിൽ ശകാരിക്കുമെന്ന് ലിസി പറയുന്നു. അവരെ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ബി മറുപടി നൽകുന്നു. അതിനുശേഷം അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്യാൻ പല കാര്യങ്ങൾ പറയുകയാണ് ബി. കോളേജിൽ പഠിക്കണമെങ്കിൽ ആവറേജ് $20,000 ഫീസായി നൽകേണ്ടതുണ്ട്. എന്നാൽ ഇന്റർനെറ്റിൽ നിന്നുള്ള വിവരമനുസരിച്ച് കോളേജിൽ പഠിക്കാത്തൊരു വ്യക്തിക്ക് $20,000 വാർഷിക വരുമാനമായി സമ്പാദിക്കാൻ കഴിയും. അങ്ങനെ 4 വർഷം പഠിക്കണമെങ്കിൽ $80,000 ഫീസായി നൽകേണ്ടതുണ്ട്. എന്നാൽ 4 വർഷം ജോലി ചെയ്താൽ $80,000 നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞ് പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ് ബി. എന്നാൽ ബി എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, അതിനാലാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മാതാപിതാക്കൾ പരിഹാസത്തോടെ ചോദിച്ചു. സൊസൈറ്റിയിൽ കുറേയധികം എഴുതപ്പെടാത്ത റൂൾസ് ഉണ്ടെന്ന് അവർ പറയുന്നു. ജീവിതത്തിൽ സക്സസ്ഫുള്ളും അതുപോലെ തന്നെ സന്തോഷവാനുമാകണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കൂടിയേ തീരൂ. മാതാപിതാക്കളുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ തനിക്കിവിടെയും അഡ്മിഷൻ ലഭിച്ചില്ല എന്ന് ബി പറയുന്നു. ലോകത്തിൽ ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ഉദാഹരണത്തിന് ആൽബർട്ട് ഐൻസ്റ്റീൻ, പോക്കഹോണ്ടസ്, ഇവരാരും കോളേജിൽ പോയിട്ടില്ല എന്ന് ബി പറയുന്നു. എന്നാൽ അവരുടെ ഒന്നും കാര്യം തനിക്കറിയണ്ടെന്നും നീ നിർബന്ധമായും കോളേജിൽ പോകണമെന്നും ബിയോട് അച്ഛൻ കടുപ്പിച്ചു പറയുന്നു. പിറ്റേന്ന് ബിയുടെ കോളേജ് ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു. എന്നാൽ അഡ്മിഷൻ ലഭിക്കാത്തതുകൊണ്ട് ബി വളരെയധികം സങ്കടത്തിലായിരുന്നു. അവിടെ വെച്ച് ബിയുടെ കുറെ സുഹൃത്തുക്കളെ നമ്മൾ പരിചയപ്പെടുന്നു. ആദ്യമായി ഹാൻസ് എന്ന സുഹൃത്തിനെയാണ് നമ്മൾ കാണുന്നത്. അയാൾ ഒരു സ്റ്റേറ്റ് ലെവൽ ഫുട്ബോൾ പ്ലെയർ ആണ്. എന്നാൽ കാൽമുട്ടിന് പരിക്ക് പറ്റിയതോടെ അയാൾക്ക് സ്പോർട്സ് കോട്ടയിൽ എവിടെയും അഡ്മിഷൻ ലഭിക്കുന്നില്ല. അവർ സംസാരിക്കുന്നതിന്റെ ഇടയിലേക്ക് റോറി എന്ന പേരുള്ള ഒരു സുഹൃത്ത് കടന്നു വരുന്നു. യെയിൽ എന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നായിരുന്നു റോറിയുടെ ആഗ്രഹം. എന്നാൽ റോറിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നില്ല. പണക്കാരുടെ മക്കൾ മാത്രം പഠിക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു യെയിൽ. അവിടുത്തെ ഫീസും ഡൊണേഷനും റോറിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിലും അധികമായിരുന്നു. അതിനാൽ തന്നെ റോറിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നില്ല. വീണ്ടും ധാരാളമായി അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻസ് അയക്കുന്നു ബി. എന്നാൽ ഒരിടത്തും ബിക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല.